ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡൊന്ന് കേട്ടാലോ. അങ്ങനെ നമ്മുടെ സുധീഷും ഹരീഷും തമ്മിലുള്ള വഴക്ക് വലിയ വിഷയമാവുകയാണ്. രണ്ടുപേരും തമ്മിൽ പിണക്കമൊക്കെ ആയി. നിധിക്ക് ഭയങ്കര സങ്കടമായി. അതിനേക്കാളേറെ നമ്മുടെ സുഭാഷിനും നികേഷിനും ഒക്കെ സങ്കടമാവുകയാണ്. കാരണം സുധീഷിനെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ അത്രയും പൈസ കെട്ടിവെക്കണം. അപ്പോൾ സുധീഷിൻ്റെ പൈസയും കൂടെ എടുത്ത് ചേർത്താലേ അത്രയും പൈസ ഒക്കത്തുള്ളായിരുന്നു. പക്ഷേ സുധീഷ് പറയുന്നത് താൻ തെറ്റ് ചെയ്യാണ്ട് ഇത്ര എൻ്റെ പൈസയും പോയി, താൻ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുകയും ചെയ്തു, തൻ്റെ ലൈസൻസ് ഒരു മാസത്തേക്ക് വാങ്ങി വെച്ചു. ആ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണം സുധീഷ് ഹരീഷിൻ്റെ അടുത്ത് കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സുധീഷ് നേരെ ഒരു ബാറിലോട്ട് പോകണം കേട്ടോ. അങ്ങനെ ബാറിൽ ചെന്ന് ഇരുന്നിട്ട് ബിയറൊക്കെ ഓർഡർ ചെയ്യണം. അങ്ങനെ ഓർഡർ ചെയ്തിട്ട് സുധീഷ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം കാണാം നമ്മുടെ ഭാസ്കരൻ പതുക്കെ വരെയാണ്. ഭാസ്കരൻ സ്ഥിരമായിട്ട് വന്ന് രണ്ട് പെഗ്ഗൊക്കെ അടിച്ചു പോകുന്ന സ്ഥലമാണ്. അങ്ങനെ ഭാസ്കരൻ വന്നിട്ട് ഒരു ചെയർ പിടിച്ചിട്ട് നേരെ നോക്കണത് നേരെ സുധീഷിൻ്റെ മുഖത്താണ്. അപ്പോൾ ഭാസ്കരൻ നോക്കുമ്പോൾ ആഹാ ഇതാരാണ്? ഭാസ്കരൻ നേരെ സുധീഷിൻ്റെ അടുത്തോട്ട് ചെല്ലും. അപ്പോഴേക്കും സുധീഷ് ഇവിടെയും എത്തി, സമാധാനം തരില്ല എന്നിങ്ങനെ മനസ്സുകൊണ്ട് പറയണം കേട്ടോ. ആ സമയം ഭാസ്കരൻ ചോദിച്ചേടാ നീ എന്താടാ ഇവിടെ? അപ്പം നമ്മുടെ സുധീഷ് പറഞ്ഞു, അതെ ഒരു സോഡ നാരങ്ങ വെള്ളം കുടിക്കാനായിരുന്നു. എന്തേ എന്ന് ചോദിച്ചു. അല്ല, സോഡ നാരങ്ങ വെള്ളം കുടിക്കുന്നതൊക്കെ നല്ലതാണ്, സുഖമൊക്കെ കിട്ടും, നല്ല തണുപ്പൊക്കെ കിട്ടുമായിരിക്കും, പിന്നെ സ്ഥിരമായിട്ട് അങ്ങ് കുടിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ സുധീഷിനെ അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്ക് സുധീഷിൻ്റെ ഭാസ്കരനൊക്കെ ഇരിക്കുന്ന സീറ്റിൻ്റെ അപ്പുറത്തെ സീറ്റിരുന്ന ആൾ എന്നും കാണുന്ന ആളായിരിക്കും. അല്ല ഇതാരാന്ന് ചോദിക്കുകയാണ് ഭാസ്കരൻ്റെ അടുത്ത്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, ഇതൊരു പരിചയമുള്ള ആളാണ് എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഭാസ്കർ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി മാറിയിരിക്കുകയാണ് കേട്ടോ. ഈ സമയം അവിടുത്തെ ആ ഒരു ബോയ് വന്നിട്ട് പറയും, സാറേ ബിയർ ഒന്ന് തണുക്കാൻ കുറച്ച് ടൈം എടുക്കും, കൂളിംഗ് കുറവാണെന്ന് പറഞ്ഞു, അതുകൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സുധീഷിന് അങ്ങോട്ട് ദേഷ്യം വരെയുണ്ട്. സുധീഷ് പറഞ്ഞു, എൻ്റെ ഓർഡർ അങ്ങ് ക്യാൻസൽ ചെയ്തേക്കാൻ പറയും. ഓക്കെ സാറെന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ സുധീഷിന് വേണമെന്നില്ല, എന്നാലും വന്ന് ദേഷ്യത്തിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ആ മനസ്സിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് വന്ന് ബിയറൊക്കെ ഓർഡർ ചെയ്ത് കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. അങ്ങനെ അതൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ. ക്യാൻസൽ ചെയ്തിട്ട് സുധീഷ് അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ നികേഷ് വീട്ടിൽ ഇരുന്ന് ആ ടി വിയിലിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തോരം തട്ടിയാലും ഇത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ സുഭാഷ് ചോദിക്കും, അല്ല നികേഷേ നീ എന്തിനാ അതിൽ കിടന്ന് പണിയണേ? അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ? പിന്നെന്താ? അല്ല സുഭാഷ് ചേട്ടാ, നമുക്ക് നല്ലൊരു ടി വി മേടിക്കണം, പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ, ഇപ്പം നമ്മുടെ നിധിയേട്ടത്തെയും കൂടെ ഉള്ളതല്ലേ, അപ്പോൾ ഒരു ടി വിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് വർക്ക്ഷോപ്പിൽ നിന്ന് വരെയാണ്. അപ്പോൾ ഹരീഷ് വന്നപ്പം സുഭാഷുണ്ട്, നികേഷുണ്ട്, നിധി അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്. അപ്പോൾ ആരും ഒരു വലിയ മൈൻഡൊന്നുമില്ല. അപ്പം ഹരീഷ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പതുക്കെ ചെന്ന് മുട്ടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരും വലിയ മൈൻഡ് കൊടുക്കണില്ല, ഫേസ് കൊടുക്കണില്ല കേട്ടോ. എന്നിട്ട് ഹരീഷ് സുഭാഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറയും, സുഭാഷ് ചേട്ടാ സോറി, എന്തിനാ എല്ലാവരും മുഖം തിരിഞ്ഞിരിക്കണേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സുഭാഷ് പറയും, എന്തിനാ സോറി? എന്തിന്? എത്ര നിങ്ങളടുത്ത് കുഞ്ഞുനാൾ മുതൽ നിങ്ങളടുത്ത് രണ്ടുപേരടുത്തും പറയണേന് ഈ വഴക്കുണ്ടാക്കണം എന്തിനാ? എപ്പോഴും ഇത് തന്നെ നിങ്ങൾ പറയും. എന്നിട്ട് പറയും ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. എന്നിട്ട് പിന്നെയും ഗതി ഇത് തന്നെ. ഇതെന്താ ഇത്? നിങ്ങളൊന്നും ഓർക്കണ്ടേ, എൻ്റെ ഒരു പെൺകുട്ടിയുള്ള ഒരു വീടല്ലേ, ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കി ആ കുട്ടി ഇവിടെ നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് ഒച്ചയെടുക്കുകയാണ്. സോറി സുഭാഷ് ചേട്ടാ, ഇനി ഞങ്ങൾ അങ്ങനെ ഒച്ചയെടുക്കില്ല, ഞാൻ ഇനി വഴക്കിടാൻ പോവില്ല. അപ്പോഴത്തെ ഒരു മൈൻഡും അവൻ്റെ സംസാരമൊക്കെ സുധീഷ് എൻ്റെ വർത്തമാനം കൂടെ കേട്ടപ്പം ദേഷ്യം വന്നു, അതുകൊണ്ടാണ് അങ്ങനെയെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ സുഭാഷ് പറഞ്ഞു, അതെ എന്നോട് സോറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതെ നിധിയുടെ അടുത്ത് എന്ന് സോറി പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഹരീഷ് ചെന്നിട്ട് നിധിയുടെ അടുത്ത്, നിധിയേട്ടത്തി ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം, ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതെ ഓരോ തവണയും ചെയ്തിട്ട് ഇങ്ങനെ മാപ്പാക്കണം സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെയാണല്ലോ ആവർത്തിക്കണത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിധി പറയണത്. ഇല്ല കേട്ടോ, ശരിക്കും സോറി, അപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പിടിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒച്ചയെടുത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇനി ഇങ്ങനെ ഒരു ഒച്ച എടുക്കില്ല സോറി എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സുധീഷ് വരെയാണ്.
സുധീഷ് വന്നിട്ട് നോക്കുമ്പോൾ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ സുഭാഷ് അടുക്കളയിലായിരുന്നു, എന്തൊക്കെ ചെറിയ പണി തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഈ സമയം നമ്മുടെ സുധീഷ് നേരെ സുഭാഷിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് പറയാം, സുഭാഷ് ചേട്ടാ, അതെ ഇന്നലത്തെ മൂഡ് എനിക്ക് ഒട്ടും ഓക്കെ അല്ലായിരുന്നു. എനിക്ക് തെറ്റ് ചെയ്യാണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴും പൈസയും പോയി, ലൈസൻസും കിട്ടിയില്ല, എല്ലാവരും മുമ്പിൽ നാണവും കിട്ടും. എനിക്ക് ആകെ ഭയങ്കര ഇതായി പോയി സുഭാഷ് ചേട്ടാ, എന്നോട് ക്ഷമിക്കണേന്ന് പറയാം. എടാ, എന്നോട് ക്ഷമ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിധി ഇവിടെ തന്നെ നിൽക്കണം, നിനക്ക് ഇവിടെ തന്നെ നിർത്തണം നമ്മുടെ നിധീനെ, എങ്ങോട്ടും നിധിയെ വിടരുത്. എങ്ങനെയാടാ നിൻ്റെയൊക്കെ മുമ്പിൽ ആ കുട്ടി ഇവിടെ നിൽക്കുന്നത്? ഒരു പെൺകുട്ടിയല്ലേ, നിനക്കൊക്കെ ബോധമുണ്ടോ? ഒരു പെൺകുട്ടി, നീയൊക്കെ കിടന്ന് ഇത്രയും വലുതായി, മാട് പോലെ വലുതായിട്ട് നീയൊക്കെ കൊച്ചു കുട്ടികൾ കിടന്ന് അടികൂടും പോലെ കിടന്ന് അടി കൂടണ കാണുമ്പോൾ ആ പെൺകുട്ടി ഇവിടെ നിൽക്കുമോ? പിന്നെ നീ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിധി ഇവിടെ നിൽക്കണം? എന്നിട്ട് നിധി ഇത് കണ്ട് ഇറങ്ങി പോയില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ഒച്ചയെടുക്കണം. അത് പറ്റിപ്പോയി സുഭാഷ് ചേട്ടാ, ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞ് സോറി പറയണം. നീ എൻ്റെ അടുത്ത് സോറി ഒന്നും പറയണ്ട, അതേ നിധി അവിടെ ഉണ്ട്, പോയി നിധിയുടെ അടുത്ത് സോറി പറയാൻ പറഞ്ഞു. നിധിക്കാണെങ്കിൽ ഹരീഷ് വന്ന് പറഞ്ഞ് എൻ്റെ ചിരി മാറിയിട്ടില്ല. അപ്പോൾ അടുത്ത ആൾ വന്നപ്പോൾ നിധി നല്ല ഗൗരവത്തിൽ തന്നെ ഇരുന്നു കേട്ടോ. എൻ്റെ നിധിയുടെ അടുത്ത് പറഞ്ഞു, അതെ നിധി സോറി, അപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രാന്ത് പിടിച്ചുപോയി, അതുകൊണ്ടാണ് ഞാൻ അന്ന് ഹരീഷിനോട് വഴക്കിട്ടേന്നൊക്കെ പറഞ്ഞു. ഇത് എപ്പോഴും പറയണ പതിവ് തന്നെയല്ലോ, വഴക്കിടും എന്നിട്ട് പിന്നെ സോറി. എന്തിനാ ഇങ്ങനെ? ഒരു കാര്യം ചെയ്യുക, ഒരു ബുക്ക് എടുക്കുക, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ആ ബുക്ക് നിറച്ചങ്ങോട്ട് എഴുതിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇനി മുതൽ ഇതുപോലെ വഴക്കടിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും ഇതുപോലെയുള്ള പണിഷ്മെൻറ്റ് കിട്ടുമെന്ന്. ഇനി പണിഷ്മെൻറ്റ് തന്നിട്ടേ കാര്യമുള്ളൂ എന്ന് നിധി പറയും കേട്ടോ. ഇത് കേട്ടപ്പം സുധീഷ് ആളോ പെട്ടില്ലേ, എന്താ ചെയ്യണേ? അത് നിധിയുടെ ഓർഡറാണ്. അപ്പോഴേക്കും പതുക്കെ സുധീഷ് പറഞ്ഞ്, നിധി എനിക്കൊരു കോൾ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ്, ഒറ്റ മിനിറ്റ് കേട്ടോ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പതുക്കെ ആൾ ഫ്രണ്ടിലോട്ട് മുറ്റത്തോട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. അപ്പോഴേക്ക് സുഭാഷും നിധിയും കൂടെ ചിരിക്കുകയാണ്. കാരണം നികേഷിനും മനസ്സിലായി ആൾ മുങ്ങിയതാണ്, എസ്കേപ്പ് ആയെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ സുധീഷ് അവിടെ പോയി നിന്ന് പതുക്കെ, കാരണം വെച്ചാൽ നിധിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഇത് എഴുതി കൊടുക്കേണ്ടി വരും. ഇനി എഴുതിയില്ലെങ്കിൽ പിന്നെ ഇനി അതിനാവും കുറ്റം. അതുകൊണ്ട് സുധീഷ് പതുക്കെ ന്യൂട്രൽ അവിടെ ഫോണൊക്കെ ആരൊക്കെ വിളിച്ചും പിടിച്ചുമൊക്കെ പതുക്കെ കറങ്ങി നിൽക്കുകയാണ് കേട്ടോ മുറ്റത്ത്. ഈ സമയം നമ്മുടെ ഹരീഷ് സുധീഷിൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എന്താണ് ഇവിടെ? അപ്പം സുധീഷ് പറഞ്ഞു, ഞാൻ ആകാശത്ത് നക്ഷത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിക്കൊണ്ടിരിക്കുക. എന്തേന്ന് ചോദിച്ചു. അല്ല, വഴക്കടിക്കാനായിട്ടാണോ നീ വന്നതെന്ന് സുധീഷ് ചോദിച്ചു. അതെ, ആരാ വഴക്കടിച്ചത്? താനല്ലേ വഴക്കടിച്ചതെന്ന് ചോദിക്കും. ചെറിയൊരു കാര്യമാണോ? മനുഷ്യന് അത്രയും ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ആ സിറ്റുവേഷൻ നീ ഒന്ന് ആലോചിക്കുക, അതുകൊണ്ടല്ലേ എനിക്ക് ദേഷ്യം വന്നതെന്ന് പറയും. അതെ, എനിക്കും ദേഷ്യം വരും, ചുമ്മാ നിസ്സാര കാര്യത്തിന്. അത് നിധിയേട്ടത്തിൻ്റെ മുമ്പിൽ കിടന്ന് നാണാവണില്ലേ, രണ്ടുപേരും ചെയ്ത തെറ്റാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോഴാണ് ഹരീഷ് സുധീഷിൻ്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത്. അതെ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സുധീഷ് എൻ്റെ അടുത്ത് വന്നത്. എന്താണെന്ന് ചോദിക്കുക. അതെ, ഇന്നാളെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരു 2 വീലർ വേണമെന്ന്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഒത്തിരി പഴക്കവും ഇല്ലാത്ത ഒരു അടിപൊളി വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, കണ്ടീഷൻ വണ്ടിയൊക്കെയാണ്. അപ്പോൾ സുധീഷ് പറഞ്ഞു, ആ വേണം, എവിടെയാടാ? വർക്ക്ഷോപ്പിൽ ഇരിപ്പുണ്ട്, ഒരാൾ കൊണ്ടുവന്നത്. അപ്പോൾ അയാളുടെ മോക്ക് വേണ്ടി അത് 1-2 വർഷം ഉപയോഗിച്ചിട്ടുള്ളൂ, 3-4 വർഷത്തെ പഴക്കേ ഉള്ളൂ, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, വർക്ക്ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് എടുക്കണം എന്നിങ്ങനെ സുധീഷ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണാം നിധി വന്ന് പുറത്ത് നോക്കുകയാണ്, ഇവരെന്താ ചെയ്യണം, അടുത്ത വഴക്കിട്ടോന്ന്. അപ്പോൾ സുധീഷ് അത് കണ്ടു കേട്ടോ. നിധി വന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ സുധീഷ് ഹരീഷിനോട് പറയടാ, നിധി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്, നീ എൻ്റെ തോളത്ത് കൈയിട്ടൊക്കെ സംസാരിക്കുക, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾക്ക് പ്രശ്നമാകുന്നു. ഞാൻ അങ്ങനെ സുധീഷും ഹരീഷും കൂടെ ഭയങ്കര കൂട്ടുകാരെ പോലെ തോളത്ത് കൈയൊക്കെ ഇട്ട് ഭയങ്കര അന്വേഷണം പറച്ചിലും സൊറ പറയലും ഒക്കെ ആയിട്ട് അങ്ങ് ചിരിച്ച് മറിയാട്ടോ. നിധി ചെന്ന് നമ്മുടെ സുഭാഷിനെയും നികേഷിനെയും വിളിച്ചുകൊണ്ടുവന്ന്, സുബേഷ് ഏട്ടാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ രണ്ടുപേരും തോളത്തും കൈയിട്ട് അങ്ങ് ചിരിച്ചും പറയും. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, പണ്ട് തൊട്ടുള്ള പണി ഇത് തന്നെ, അടി കൂടും, നല്ല പൊരിഞ്ഞ അടി കൂടും. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ സുഭാഷ് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ഇവരെ കാര്യത്തിൽ ഇപ്പോൾ അധികം ഇടപെടാത്തത്, കാരണം അടിയും കൂടും, കുറച്ച് കഴിയുമ്പോൾ അവർ മിണ്ടുകയും ചെയ്യും. എന്നിട്ട് അവർ മുന്നേരും കൂടെ ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അത്താഴമൊക്കെ കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങിയാണ്. നേരം വെളുത്ത് സുഭാഷ് അടുക്കളയിൽ നിന്ന് നേരം വെളുത്ത് പതിവില്ലാണ്ട് നമ്മുടെ സുധീഷ് എഴുന്നേൽക്കുകയാണ്. നേരെ അടുക്കളയിൽ ചെല്ലുകയാണ്. എന്നിട്ട് അതെ ഹരീഷ് എഴുന്നേറ്റില്ലല്ലോ ഏട്ടാ. അപ്പോൾ സുഭാഷ് പറയും, ഇല്ല, എന്തേന്ന് നോക്കുക. എന്നാൽ അവനെ വിളിച്ചോണത്തരാ, ഒരു സ്ഥലം വരെ പോകണം. എടാ എന്തിനാടാ, അവൻ കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കുള്ളൂ എന്ന് സുഭാഷ് പറഞ്ഞു. അതൊക്കെ ഉണ്ട് സുഭാഷ് ഏട്ടാ, വന്നിട്ട് പറയാം, അവനെ ഞാൻ പോയി ഉണർത്തട്ടെ എന്നും പറഞ്ഞ് പാവം കേട്ടോ ഹരീഷിനെ പോയി ഉണർത്തി എടുക്കുകയാണ്. ഹരീഷ് ചോദിക്കുക, എൻ്റെ പൊന്നു സുധീഷ് ഏട്ടാ, ഞാൻ കുറച്ച് നേരം കൂടെ ഒന്ന് കിടന്നോട്ടെ. എന്താ അതൊക്കെ ഉണ്ട്, നീ എഴുന്നേക്ക്, വാ
അവസാനം കിടത്തൂല. അവസാനം ഹരീഷ് എഴുന്നേറ്റ് ഹരീഷ് ചെന്നിട്ട് എഴുന്നേറ്റ് വയ്ക്കുക. എന്താ? അപ്പോൾ സുധീഷ് പറയാം, അതെ നമുക്ക് ആ വണ്ടി നോക്കാൻ പോകണ്ടേ? നീ ഇന്നലെ പറഞ്ഞൊരു വണ്ടി, ആ വണ്ടി നമുക്ക് നോക്കാൻ പോകണ്ടേ? അതെ, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല, പല്ല് തേക്കണം, എനിക്ക് ഫ്രഷ് ആവണം, ഒക്കെ ചെയ്യാനുണ്ട്. അതെ വേഗം ആവട്ടെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സുധീഷ് ഭയങ്കര തിടുക്കം കാണിക്കുകയാണ്. അവസാനം ഹരീഷ് ഒരു ബ്രഷുമായിട്ട് പല്ല് തേക്കാൻ പോവുകയാണ്. അങ്ങനെ പതുക്കെ നിന്ന് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് പുറകെ ചെന്നിട്ട്, എടാ നീ ഇന്നെങ്ങാനും പല്ല് തേച്ച് തീരുമെന്ന് ചോദിക്കും. ഹരീഷ് അങ്ങ് പേടിച്ചു പോവുകയാണ്. എൻ്റെ പൊന്നു മനുഷ്യൻ, ഞാനൊന്ന് പല്ല് തേച്ചോട്ടെ. അങ്ങനെ ഒരു പല്ലൊക്കെ തേച്ചിട്ട് വീണ്ടും അടുത്ത് ഇനി എന്താ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണ്ടേ, ബാത്റൂമിലൊക്കെ പിന്നെ ഒന്ന് പോയേ അങ്ങോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് ബാത്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സുധീഷ് മുമ്പിൽ നടക്കുകയാണ്. അപ്പോൾ ചോദിക്കുക, അല്ല എങ്ങോട്ടാ? ഹരീഷ് ചോദിക്കുകയാണ്. അല്ല നിനക്ക് ബാത്റൂമിൽ പോകണ്ടേ? അല്ല എന്നൊരു കാര്യം ചെയ്യും, ഒരു കസേര എടുത്ത് സുധീഷായിട്ട് അവിടെ വന്ന് ഇരിക്കുമെന്ന് പറയാം. എടാ ഒന്ന് വേഗം പോയിട്ട് വന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഭയങ്കര തിടുക്കം കാണിക്കുകയാണ്. ഒടുവിൽ ഹരീഷ് ബാത്റൂമിൽ കയറി അവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും കിടന്ന് തട്ടി എടാ നീ ഇറങ്ങുമെന്നും പറഞ്ഞ് സുധീഷ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരീഷിനെ. ഒടുവിൽ ശരിക്കും ബാത്റൂമിൽ പോലും പോകാൻ പറ്റാണ്ട് ഹരീഷ് ഇറങ്ങി വരെയാണ്. നിങ്ങൾ എന്ത് മനുഷ്യനാണ്, ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും എന്നെ സമ്മതിക്കൂലേന്ന് ചോദിച്ചു. അതൊക്കെ ഇനി വന്നിട്ട് പോകാം, നീ വേഗം ഒന്ന് വന്നേന്ന് പറഞ്ഞ് ഭയങ്കര തിടുക്കം കാണിക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അങ്ങനെ സുധീഷ് ഹരീഷിനെയും കൂട്ടി നേരെ വർക്ക്ഷോപ്പിൽ പോയി വർക്ക്ഷോപ്പ് തുറന്നു. വണ്ടി കണ്ടു. സുധീഷിന് ഒറ്റ നോട്ടത്തിൽ തന്നെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥൻ വരെയാണ്. അപ്പോൾ ഉടമസ്ഥൻ വന്നു കഴിഞ്ഞപ്പം ഹരീഷ് പറഞ്ഞു, അതെ ചേട്ടാ ഈ വണ്ടി ഇങ്ങനെ സുധീഷിനെ എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എങ്ങനെയാണ് വിലയും കാര്യങ്ങളൊക്കെ പറയാൻ പറയാം. അപ്പോൾ ഓടിച്ച് നോക്കുമെന്ന് പറയാം. അങ്ങനെ ഓടിച്ച് നോക്കിയപ്പം സുധീഷിനും ഹരീഷിനും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ മകൾ ഉപയോഗിച്ചിരുന്നതാണ്, അവളാകെ 2 വർഷം ഉപയോഗിച്ചുള്ളൂ, ഒരു പോറൽ പോലും വണ്ടിക്ക് വരുത്തിയിട്ടില്ല. അവൾക്ക് ഭയങ്കര വിഷമമാണ്. എന്നാലും പിന്നെ വണ്ടി വെറുതെ വീട്ടിലിരുന്ന് കേടായി പോകണ്ടല്ലോ, വയ്ക്കാനും സ്ഥലമില്ല, അത് കരുതിയാണ് കൊടുക്കുന്നതെന്ന് പറയും. ഞാനൊരു 25 രൂപയാണ് പ്രതീക്ഷിക്കണമെന്ന് പറയും. അയ്യോ ചേട്ടാ അത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് സുധീഷ് പറയും. കൂടുതലൊന്നും അല്ല, വണ്ടി നല്ല കണ്ടീഷനുമാണ്, അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ്, വിലയിൽ ഇനി കുറവൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. ഒടുവിൽ ഹരീഷ് ഇടപെട്ടിട്ട് പറയും, ഒരു കാര്യം ചെയ്യട്ടെ, ഒരു വില പറയാം, എന്തായാലും സുധീഷേട്ടന് എടുക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒടുവിൽ വിലയൊന്നും കുറയ്ക്കില്ല, എന്തായാലും വണ്ടി എടുക്കാമെന്നുള്ള തീരുമാനം തന്നെ സുധീഷ് എടുക്കുകയാണ്. അങ്ങനെ 25 രൂപയെങ്കിൽ 25 രൂപ. അങ്ങനെ സുധീഷ് എന്ത് ചെയ്യും, വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരീഷ് പറയും, അതെ വണ്ടിയൊക്കെ എടുക്കണോ കൊള്ളാം, പൈസ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തോളൂ അല്ലല്ലേ, എന്നെ വെറുതെ നാറ്റിച്ച് കളയല്ലേ സുധീഷേട്ടാ, നീ ഒന്ന് പോടാ അവിടെ നിന്ന്. അങ്ങനെ ഒരു 10,000 രൂപ എടുത്തുകൊണ്ടൊന്ന് ഈ പുള്ളിയുടെ കയ്യിൽ കൊടുക്കുകയാണ്, ഈ വണ്ടിയുടെ ഓണറിന്. അപ്പോൾ അയാൾ എണ്ണി നോക്കുമ്പോൾ പറയും, ഇത് 10,000 ആണല്ലോ ഉള്ളത്. അതെ ഞാൻ ഇപ്പം 10,000 തരണുള്ളൂ, ബാക്കി ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ തരാമെന്ന് പറയും. 1-2 ആഴ്ചയ്ക്കുള്ളയോ? അതെന്ത് കച്ചവടാ? അത് ശരിയാവില്ല, എനിക്ക് പണം ഫുള്ളായിട്ട് കിട്ടണം, അങ്ങനെയല്ലേ കച്ചവടാ? എൻ്റെ പൊന്നേട്ടാ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും പോകണില്ലല്ലോ, എന്തായാലും ചേട്ടന് തന്നേക്കാം, എൻ്റെ അക്കൗണ്ടിൽ അപ്പോഴേ പൈസ കയറത്തുള്ളൂ എന്നൊക്കെ സുധീഷ് പറയണേ. ഒടുവിൽ ഹരീഷിൻ്റെ ഒരു ജാമ്യത്തിൻ്റെ പുറത്ത്, ആ ഒരു വാക്കിന്മേ പുറത്ത് ഈ ഓണർ നമ്മുടെ സുധീഷിന് വണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷിന് ഭയങ്കര സന്തോഷമാണ്, കാരണം നിധിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ടാണ് സുധീഷ് ഇത് വാങ്ങണത്. അപ്പോൾ സുധീഷ് ഭയങ്കര സന്തോഷത്തോടെ ആ വണ്ടി കൊണ്ട് വീട്ടിലോട്ട് വരാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പം നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന ഏകദേശ സീനുകൾ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, അതോടൊപ്പം ഹൈപ്പും ചെയ്യുക കേട്ടോ. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.